ഇനി ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കൊല്ലത്ത് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ച 2 പേർ പിടിയിലായി. പാളത്തിൽ ടെലിഫോൺ പൈപ്പ് വെച്ച് കുണ്ട്ര സ്വദേശിയായ രാജേഷ്, അരുൺ എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ പിടികൂടാൻ സഹായിച്ചത് സൈബർ സെല്ലും ഒരു സ്കൂട്ടറുമാണ്. ഇരുവരെയും പിടികൂടിയത് പെരുമ്പുഴയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ്. കൊല്ലം റൂറൽ SP KV സാബുവിന്റെ പ്രതികരണമാണ്. 2 പേരെ നമ്മൾ സംശയിച്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ക്രിമിനൽ ഹിസ്റ്ററി ഉള്ളവരാണ്. ഒരാൾ 11 കേസും ഒരാൾ 5 കേസിലുണ്ട്, മുൻപ് കേസ്. അല്ല, പോലീസ് പരിശോധിച്ചിരുന്നു, സ്പോട്ടിൽ പോയിരുന്നു. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത ശേഷം പറയാം. ഇപ്പോൾ ചോദ്യം ചെയ്ത് വരുന്നേ ഉള്ളൂ. വിശദമായിട്ട് മൊത്തം കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജല്ലേ. ലഹരി ഉപയോഗിക്കുന്നവരാണ് അവർ. നന്നായിട്ട് മദ്യപിക്കുന്നവർ ഇന്നലെ മദ്യപിച്ചിട്ടുണ്ട്. അതിപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം ഒരു പറയാൻ പറ്റില്ല. നമ്മൾ ചോദ്യം ചെയ്ത ശേഷം നാളെ പറയാം. കണ്ണൻ നേരെ വിവരങ്ങളുമായിട്ട്. കണ്ണൻ, അട്ടിമറി ശ്രമം എന്ന കാര്യത്തിൽ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇവരെ എവിടെ നിന്നാണ് പിടികൂടിയത്? ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? എങ്ങനെയായിരുന്നു ഇവരുടെ ഈ ഒരു അപകടം പിടിച്ച പണി? അതൊരു കൗതുകമാണ് ദിവിഷ്. കാര്യം ഇവർ പോലീസിനോട് പറഞ്ഞത്, അതായത് ഇവരൊരു പൈപ്പ് മോഷ്ടിച്ചു. അതിനുശേഷം ഈ കാസ്റ്റേറിന്റെ പൈപ്പ് മുറിക്കാൻ വേണ്ടി നേരെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടു. 3:30 പാലരുവി എക്സ്പ്രസ് വരുന്നു. ആ സമയത്ത് അത് മുറിഞ്ഞു മാറും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നുള്ളൊരു മൊഴിയാണ് നൽകിയിരിക്കുന്നത്. അത് വളരെ കൗതുകം, ഒരു തമാശ നിറഞ്ഞതുമാണ്. കാര്യം ഇവർ ക്രിമിനൽ കേസുകൾ പ്രതിയാണ്. പല തരത്തിലുള്ള, ഒരാൾ 11 കേസിലും ഒരാൾ 5 കേസിലും പ്രതിയാണ്. ഒരാൾ കുണ്ട്രയിലെ SI ആയിരുന്ന അംബരീഷിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് അരുൺ അജയ് എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെയൊക്കെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണ്. ഇതിൽ ഏറ്റവും നിർണായകമായത് 2 കാര്യങ്ങളാണ്. ഒന്ന് സൈബർ സെല്ലിന്റെ അന്വേഷണം, ഒന്ന് ഈ കുണ്ട്ര പോലീസിന്റെ അന്വേഷണം. കുണ്ട്ര പോലീസിന്റെ അന്വേഷണം എന്ന് പറയുന്നത്, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ ഒരു സ്കൂട്ടർ, ഈ 2 പ്രതികളും ഈ ഒരു സ്കൂട്ടറിൽ ഈ സംഭവ സ്ഥലത്തിന് സമീപത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് രാത്രിയിൽ അവിടെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് സംഘം ഇവരെ കാണുകയും ഇവർ കേസിലെ പ്രതികളാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പറഞ്ഞു വിടുകയും ചെയ്തു. ഇന്ന് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സമാനമായ സ്കൂട്ടറിൽ ഇവർ രാത്രിയിൽ സഞ്ചരിക്കുന്ന മനസ്സിലാക്കി. രണ്ടാമത്, സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ 2 പ്രതികളും ഈ ടവർ ലൊക്കേഷൻ പരിധിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് അന്വേഷണം നീണ്ടത്. ഈ 2 പേർ തന്നെയാണ് പ്രതികൾ എന്നുള്ളതാണ് പോലീസിന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം ഇവർക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമാണ് ഇവർക്ക് എന്തായിരുന്നു ലക്ഷ്യം. ഇവർ പറയുന്നത് ഇവർ ഈ പൈപ്പ് മുറിച്ച് ആക്രിയാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അതിലൂടെ പണം സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു അട്ടിമറി എന്നുള്ള ഒരു സംശയം ബലപ്പെടുന്നുണ്ട്. കാര്യം 2 സ്ഥലത്താണ് ഇത്തരത്തിലുള്ള പൈപ്പ് വെച്ചിരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ട്രെയിൻ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ എന്നുള്ളൊരു സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് രാത്രി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കും. അപ്പം ഇന്ന് കൊല്ലം റൂറൽ SP KV സാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ വരെ നടത്തിയിരുന്നു. രാത്രിയിൽ കുണ്ട്ര CIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ ചോദ്യം ചെയ്യും. ശരി. കണ്ണൻ നേരാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മൊഴി എന്ത് തന്നെയായാലും വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. അത് അത്രയും കടുത്ത നിലയിലുള്ള നിയമ നടപടികളാണ് അവർ നേരിടേണ്ടി വരിക.